നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രകൃതിദത്ത വിനോദസഞ്ചാര കേന്ദ്രമായ ആഢ്യൻപാറയിൽ ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ സന്ദർശനം നടത്തി. അടിസ്ഥാന സൌകര്യ വികസനത്തിന് പ്രഥമ പരിഗണനയെന്ന് മന്ത്രി. രാഷ്ട്രീയാചാര്യൻ K കരുണാകരന്റെ വിടവാങ്ങലിന് 1 വർഷം തികഞ്ഞു. ലീഡറുടെ പാവന സ്മരണയ്ക്ക് മുൻപിൽ വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഗൂഡല്ലൂരിൽ വഴിതടയലിനും ഹർത്താലിനും പുറമെ വിദ്യാർത്ഥി പീഡനവും. ഗൂഡല്ലൂർ മോർണിംഗ് സ്റ്റാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനം നടത്തിയിരുന്ന കരുവാരക്കുണ്ട് സ്വദേശികളായ വിദ്യാർത്ഥികൾ ഭീതി കാരണം പഠനം മുടക്കി നാട്ടിൽ തിരിച്ചെത്തി. വിദ്യാർത്ഥികൾക്ക് അവധിക്കാലത്ത് ഇനി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പഠിക്കാം. ITR സ്കൂളാണ് പരിശീലനം നൽകുന്നത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 25,000 കുട്ടികൾക്കാണ് പരിശീലനം. വാർത്തകൾ വിശദമായി. മലപ്പുറം ജില്ലയിലെ പ്രധാന ടൂറിസം മേഖലകളിലൊന്നായ ആഢ്യൻപാറയിൽ ടൂറിസം പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ സന്ദർശനം നടത്തി. അടിസ്ഥാന സൌകര്യ വികസനത്തിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആഢ്യൻപാറയിൽ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആഢ്യൻപാറയിൽ സന്ദർശനത്തിനെത്തിയ 19 പേർ മരിക്കാനിടയായ സാഹചര്യത്തിൽ മേഖലയിൽ ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും പുഴയുടെ ഭാഗത്തേക്ക് ഇറങ്ങുന്നതിനായി സ്റ്റെപ്പുകൾ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് ഈ പ്രദേശത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ അനുഭവം വെച്ച് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വരുന്നവർക്കുള്ള അടിസ്ഥാന സൗകര്യം. ഞാൻ ആദ്യം തന്നെ DTP സെക്രട്ടറിയോട് പറഞ്ഞു, ഇവിടെ വരുമ്പോഴുള്ള നമുക്ക് കാണാൻ വളരെ ഒട്ടും ഒരു അപകട സാധ്യതയുള്ള പ്രദേശമായി നമുക്ക് തോന്നുകയില്ല. പക്ഷേ വളരെയേറെ അപകട സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചുറ്റുവട്ടമുള്ളവർക്ക് അറിയാം, മറ്റുള്ളവർ അറിയുന്നതിന് വേണ്ടി സൈനേജുകൾ, സൈൻ ബോർഡുകൾ ഓരോ കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് തന്നെ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം കൊടുക്കും. സുരക്ഷ കണക്കിലെടുത്ത് 2 ലൈഫ് ഗാർഡുകളെ ഉടൻ നിയമിക്കുമെന്നും പ്രവൃത്തികൾ അടുത്തുതന്നെ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആഢ്യൻപാറയിൽ വെച്ച് കക്കുഴിയിൽ മാത്യു K വർഗീസ് എന്ന അനിയൻ കുഞ്ഞ് ടൂറിസം വകുപ്പിന് സംഭാവന നൽകിയ 54 സെന്റ് സ്ഥലത്തിന്റെ രേഖകൾ മന്ത്രി ഏറ്റുവാങ്ങി. ഏറനാട് MLA PK ബഷീർ, ജില്ലാ കലക്ടർ MC മോഹൻദാസ്, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ MA റസാഖ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫ്, നിലമ്പൂർ നോർത്ത് DFO മാത്തച്ചൻ തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ആഢ്യൻപാറ സന്ദർശന ശേഷം മന്ത്രി ഇടിവണ്ണയ്ക്ക് സമീപം കരിമ്പായിക്കോട്ടയും സന്ദർശിച്ചു. കരിമ്പായിക്കോട്ടയിലേക്കുള്ള റോഡും അനുബന്ധ സൌകര്യങ്ങളും ഏർപ്പെടുത്തുവാൻ ടൂറിസം വകുപ്പിന്റെ സഹായം അനിവാര്യമാണെന്ന് MLA PK ബഷീർ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കാളികാവ് വെന്തോടൻപടി മുത്തൻതണ്ട് റോഡ് പ്രവൃത്തികൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കാളികാവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് CPM DYFI പ്രവർത്തകർ മാർച്ച് നടത്തി. 15 ദിവസത്തിനകം പ്രവൃത്തി നടത്താമെന്ന അധികൃതരുടെ വാക്കിനെ തുടർന്നാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. കരാറുകാരന് പ്രത്യേക ലാഭമില്ലാത്തതിനാലും അധികൃതരുടെ അനാസ്ഥയും കാരണമാണ് പ്രവൃത്തി നടക്കാത്തതെന്ന് ആരോപിച്ച് നടത്തിയ മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഗേറ്റിന് മുന്നിൽ SI KC തോമസിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആലിപ്പറ്റ് ജമീല, വൈസ് പ്രസിഡന്റ് K കുഞ്ഞാപ്പു ഹാജി, SI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N നൌഷാദ്, പഞ്ചായത്ത് DYFI സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ 15-നകം പ്രവൃത്തികൾ ആരംഭിക്കുവാൻ പ്രസിഡന്റ് ഫോണിൽ വിളിച്ച് കരാറുകാരന് നിർദ്ദേശം നൽകി. എന്നാൽ പറഞ്ഞ ദിവസത്തിനകം പ്രവൃത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രവർത്തകർ അറിയിച്ചു. പൂക്കോട്ടുംപാടം 5-ാം മൈൽ യമാനിയ ഇസ്ലാമിക് സെന്ററിന്റെ 13ാം വാർഷികത്തോടനുബന്ധിച്ച് ഖബർ സിയാറത്ത് ചെയ്തു. കരുവാരക്കുണ്ട് ദാറുൻ നജാത്തിൽ ഉസ്താദ് KT മാനുമുസ്ലിയാരുടെ ഖബർസ്ഥാനിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് മൊയ്തീൻ ഫൈസി പുത്തനഴി നേതൃത്വം നൽകി. P ഹസൻ ഹാജി, ഹുസൈൻ മാസ്റ്റർ, നാണി ഹാജി, VK ബാപ്പുട്ടി, K ബാപ്പുട്ടി, P ഹംസ കുഞ്ഞാപ്പു, ദാറുൻ നജാത്തിലെയും യമാനിയയിലെയും യത്തീംഖാന കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കല്ലാമൂല ഖബർസ്ഥാനിൽ KP അബ്ദുൽ ഹമീദ് മുസ്ലിയാരുടെ ഖബർ സിയാറത്തിന് മഹല്ല് ഖാസി സുബൈർ ഫൈസി നേതൃത്വം നൽകി. CK കുഞ്ഞാണി, മോയിൻ മൗലവി, EP ബാപ്പുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ചോക്കാട് മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് മഹല്ല് ഖാസി അബ്ദുറഹിമാൻ ദാരിമി നേതൃത്വം നൽകി. രാമകുത്ത് ഖബർസ്ഥാനിൽ പരുത്തിക്കുന്നൻ മൊയ്തീൻ ഹാജിയുടെ ഖബർ സിയാറത്തിന്
മഹല്ല് ഖാസി ഷിഹാബ് റഹ്മാനി നേതൃത്വം നൽകി. ഹൈദർ ഹാജി, VM മൂസ, അടുക്കത്ത് ഇസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. പൂക്കോട്ടുംപാടം ഖബർസ്ഥാനിൽ പൂക്കോയത്തങ്ങളുടെ ഖബർ സിയാറത്തിന് യഖൂബ് ഫൈസി രാമൻകുത്ത് നേതൃത്വം നൽകി. കുട്യാലി മാസ്റ്റർ, കുഞ്ഞാപ്പ തങ്ങൾ, ആയമോട്ടി ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. പൊന്നാങ്കല്ല് മഹല്ല് ഖബർസ്ഥാനിൽ കോമുക്കുട്ടി മുസ്ലിയാരുടെ ഖബർ സിയാറത്തിന് അസ്ലം മുസ്ലിയാർ നേതൃത്വം നൽകി. KT ഉമർ മൗലവി, N കുഞ്ഞാപ്പ, കുണ്ടുൽ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. വിദ്യാലയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ ആയിഷ ഉദ്ഘാടനം ചെയ്തു. നോക്കുമ്പോൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഒട്ടനവധി പ്രതിഭകളെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഉമർ സാഹിബിനെ പോലത്തെയുള്ള അൻവർ സാദത്തിനെ പോലത്തെയുള്ള ആളുകളെ, ഒരുപാട് എഞ്ചിനീയേഴ്സിനെയും ഡോക്ടേഴ്സിനെയും ഒക്കെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. PTA പ്രസിഡന്റ് AK ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അംബേദ്കർ ഫെലോഷിപ്പ് നേടിയ അപ്പുണ്ണി മാസ്റ്ററെ പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പൊറ്റയിൽ ആയിഷ ആദരിച്ചു. അധ്യാപകർക്ക് വേണ്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K മുഹമ്മദ് മാസ്റ്റർ ആദരിച്ചു. ചടങ്ങിൽ N ഉണ്ണീൻകുട്ടി, K മുഹമ്മദ് മാസ്റ്റർ, NK ഹമീദ് ഹാജി, ഉമ്മച്ചൻ തെങ്ങുമൂട്ടിൽ, M അയ്യൂബ്, E കുഞ്ഞാണി, പ്രധാനാധ്യാപകൻ സത്യൻ മാസ്റ്റർ, സുനിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രക്ഷിതാക്കളും പങ്കെടുത്തു. ഇന്ന് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന K കരുണാകരന്റെ 1ാം ചരമവാർഷിക ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി മേഖലയിലെ വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ലീഡറുടെ ഓർമ്മ പുതുക്കി. ചോക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീ K കരുണാകരന്റെ 1ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി ലീഡർ ശ്രീ K കരുണാകരൻ അനുസ്മരണ സമ്മേളനം ചേർന്നു. സമ്മേളനം കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ AK മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ കോൺഗ്രസ് ഐ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ NA കരീം മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ പരിഹാരമാക്കി മാറ്റാൻ കഴിഞ്ഞ അതുല്യനായ രാഷ്ട്രീയ പ്രതിഭാശാലിയായിരുന്നു ശ്രീ K കരുണാകരൻ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മധു ജോസഫ് അധ്യക്ഷത വഹിച്ചു. ശ്രീ AP അബു, EP ഹൈദ്രു, ശ്രീമതി മോളി പൌലോസ്, BK മുജീബ്, രവീന്ദ്രൻ, AP രാജൻ, K രാമകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കരുളായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരുളായി ആർട്സ് കോളേജിൽ ലീഡർ കരുണാകരൻ അനുസ്മരണ യോഗം നടത്തി. യോഗത്തിൽ A അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നിയോജക കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സുരേഷ് ബാബു ചേലോട് ഉദ്ഘാടനം ചെയ്തു. KG സാജൻ മാസ്റ്റർ, ഷീബ പൂഴിക്കുത്ത്, സൂര്യനാരായണൻ, കമ്മു മാസ്റ്റർ, അലി അക്ബർ എന്നിവർ സംസാരിച്ചു. K ഷാനവാസ് നന്ദിയും പറഞ്ഞു. കരുവാരക്കുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കേത്തല ടൌണിൽ നടത്തിയ അനുസ്മരണ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയക്കുട്ടി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് NK ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ P ഉണ്ണിമാൻ, സവാദ്, ഷെയ്ഖ് അലി, കുഞ്ഞാൻ ഹാജി, ഗോപാലകൃഷ്ണൻ, നൌഷാദ്, ആബിദ് അലി, ഷബീർ അലി, ജമാൽ കണ്ണത്ത്, കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അസൈനാർ സ്വാഗതവും മുസ്തഫ നന്ദിയും പറഞ്ഞു. അമലമ്പലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ലീഡർ അനുസ്മരണം DCC സെക്രട്ടറി NA കരീം ഉദ്ഘാടനം ചെയ്തു. VP അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമലമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് NM ബഷീർ, ഗ്രാമപഞ്ചായത്ത് അംഗം തച്ചിങ്ങനാടൻ ശിവദാസൻ, ചെമ്മല വേണു, KJ ദേവസ്യ, P കുമാരൻ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.